എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് നോക്കാനുള്ളതായ ഒരു മാതൃക ആരിലാണുള്ളത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതമാകുന്ന ഓട്ടത്തിൽ നമുക്ക് എപ്പോഴും നോക്കി ആശ്വാസം കണ്ടെത്തുവാൻ ഒരാളെയുള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നാം മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാം ക്ഷീണിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആമേൻ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചതില്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, ആമേൻ, നമ്മോട് ഓരോരുത്തരോടും പറയുകയാണ്, ആമേൻ, യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയവർ ആരും ഇന്ന് വരെ ലജ്ജിച്ചു പോയിട്ടില്ല. മാത്രമല്ല അവരുടെ മുഖം കർത്താവ് പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവമാണ് ആമേൻ ഇന്ന് പകൽ നിന്നെ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. എന്നാൽ നിന്റെ മേലോ ദൈവത്തിന്റെ തേജസ് ഉദിക്കാൻ പോകുകയാണ്. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കുന്ന നമുക്ക് അവന്റെ തേജസ് നമ്മുടെ മേൽ വരുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നോക്കിക്കൊണ്ട് ഓടുവാൻ 2 കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിച്ചിരിക്കണം. അതാണ് നാം വായിച്ചത്. ഒരിക്കൽ കൂടി വായിച്ചേ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. 2 കാര്യങ്ങൾ നാം വിട്ടുകളയണം. ഒന്നാമത്തെ കാര്യമാണ് സകല വിധത്തിലുള്ള ഭാരങ്ങളും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സകല വിധത്തിലുള്ള ഭാരങ്ങളും നാം വിട്ടുകളയണം. സകല വിധത്തിലുള്ള ഭാരങ്ങളും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകളഞ്ഞ് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ നമുക്ക് ഓടണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഓടണമെങ്കിൽ ആമേൻ, ഭാരം നമുക്കൊരു തടസ്സമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ടുള്ള, നമ്മുടെ ഈ ലോക ജീവിതത്തെ കുറിച്ചിട്ടുള്ള നമ്മുടെ ചിന്തകളാകുന്ന ഭാരം നാം വിട്ടുകളയണം. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ, ഏറിയ പുരുഷാരം യേശുവിനോട് കൂടെ പോകുകയാണ്. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓട്ടത്തിന്റെ വേഗതയെ കുറയ്ക്കുവാൻ പലവിധ ഭാരങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തി ജീവിതങ്ങളാണ് ആമേൻ ഇവിടെ പറയുന്ന ആളുകൾ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വിചാരിക്കും നമ്മുടെ ഭാരങ്ങൾ എന്ന് പറയുമ്പോൾ ആമേൻ ഈ അപ്പനും അമ്മയും പിന്നെ ആരൊക്കെയാണ്? സഹോദരനും സഹോദരിയും ഒന്നും ആമേൻ ആരും എന്ത് ചെയ്യാറില്ല,
ഒരു ഭാരങ്ങളായിട്ട് ഉൾപ്പെടുത്താറില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഭാരം കൊണ്ടുവരുന്നതിന് പിശാച് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായി നമ്മുടെ കുടുംബമാകുന്ന ആ കുടുംബത്തിലൂടെയാണ് ഹല്ലേലൂയ എന്ന് പല ഭാരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ള വ്യക്തികളിലൂടെ കടന്നു വരുന്നതിനേക്കാൾ നമ്മുടെ കുടുംബത്തിലൂടെയാണ് അവൻ പലപ്പോഴും പിശാച് നമ്മളെ അവൻ തകർക്കുവാനായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് യേശുവിനെ അനുഗമിച്ചുകൊണ്ട് യേശു ഇരിക്കുന്ന സ്ഥലമായ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുവാൻ വിളിക്കപ്പെട്ട നമ്മള് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ ചില സത്യങ്ങളാണ് ഇവിടെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പച്ചയായിട്ട് കർത്താവ് പറയാണ്, നിന്റെ ആമേൻ. ഒന്നുകൂടി വായിച്ചേ. ഹല്ലേലൂയ. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, അമ്മയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും പകയ്ക്കാതിരിക്കുന്നവനെ ചെയ്യുന്നവനെ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആമേൻ, ഈ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. നമ്മുടെ പാരമ്പര്യത്തെ നമ്മൾ എന്ത് ചെയ്യരുത്? സ്നേഹിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഒരാളെ കർത്താവ് ആമേൻ വ്യക്തിപരമായിട്ടാണ് വിളിക്കുന്നത്. ഇപ്പൊ ഈ വിനോദ് ബ്രദറിന്റെ സാക്ഷ്യം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, വിനോദ് ബ്രദറിന്റെ അപ്പനെ കണ്ടിട്ടല്ല വിനോദ് ബ്രദറിനെ വിളിച്ചിരിക്കുന്നത്. അപ്പൻ സെൻട്രൽ പ്രൊഫസറാ, ഞാൻ ഇപ്പോൾ അറിയുന്നത്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തെ കണ്ടിട്ടല്ല ആളെ വിളിച്ചിരിക്കുന്നത്. ആളെ ദൈവം വ്യക്തിപരമായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ എന്ന് കർത്താവ് സ്തോത്രം പറഞ്ഞേ. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വ്യക്തിപരമായി പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ ആമേൻ ഭാര്യയെ കണ്ടിട്ടല്ല നമ്മെ വിളിച്ചത്. ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ അപ്പനെ കണ്ടിട്ടല്ല ദൈവം നമ്മെ വിളിച്ചത്. നമ്മുടെ സഹോദരന്മാരെ കണ്ടിട്ടല്ല ദൈവം നമ്മെ വിളിച്ചത്. അവൻ നമ്മെ വ്യക്തിപരമായി പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം ചില ഗിഫ്റ്റുകൾ നമുക്ക് തരാൻ പോവാ. ആമേൻ. സ്തോത്രം. എപ്പോഴാണ് ഒരു ഗിഫ്റ്റ് തരുന്നത്? നമ്മെ വിളിച്ച ദൈവത്തിന്റെ അടുക്കിലേക്ക് നാം ഒന്ന് തനിച്ച് കയറി വരണം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകത്തെ, നമ്മുടെ ലോകവുമായിട്ടുള്ള ഒരു കണക്ഷനെ, അതിനെ ഇന്ന് കർത്താവ് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കടന്നു വന്ന നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുകയാണ്. നിന്റെ ഭാരത്തെ ഞാൻ തകർക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ വേഗതയെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നീ ഒരു കെട്ടഴിയപ്പെട്ട കഴുതയായിട്ട് എന്റെ പിന്നാലെ വരുന്നുവെങ്കിൽ ഞാൻ നിന്നിലൂടെ വലിയത് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നോട് ആലോചന കൈമാറുകയാണ്. ഒരു കെട്ടഴിയപ്പെട്ട കഴുതയെ പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കരത്തിലെടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചന്ദനാധികച്ചന പ്രഭാതക രഹസ്യ വൈഡമാനകരക ചന്ദന പ്രബന്ധനാധിക രഹസ്യ. ഹല്ലേലൂയ. നമ്മളറിയാതെ ആമേൻ നമുക്ക് ഓരോ കെട്ടുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോ കർത്താവ് കുറെ പേര് കർത്താവിന്റെ പിന്നാലെ വരികയാണ്. അപ്പൊ കർത്താവ് തിരിഞ്ഞു നോക്കിയപ്പോ മനസ്സിലായി ഓരോരുത്തർക്കും ഓരോ കെട്ടുകൾ ഇരിക്കുക. പ്രൈസല്ലോ. ചിലരെ കെട്ട് അപ്പനോടാ, ചിലരെ കെട്ട് അമ്മയോടാ, ചിലരെ കെട്ട് ഭാര്യയോടാ, ചിലരെ മക്കളോടാ, ചിലരെ കെട്ട് സഹോദരങ്ങളോടാ. ഇന്ന് പകൽക്കാലം തമ്പുരാൻ പറയുന്നു, നിന്റെ കെട്ടഴിച്ച് ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കെട്ടഴിയണം. അവൻ ഈ കെട്ടഴിഞ്ഞാൽ അവൻ നീ സ്വതന്ത്രനായി തീരും. അവൻ നിന്റെ മേൽ യേശു കർത്താവ് കയറും. രാജാതി രാജാവ് കയറും. ഹല്ലേലൂയ. കർത്താതി കർത്താവ് നിന്റെ മേൽ കയറാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. അവൻ ഓരോരുത്തർക്കും ഓരോ കെട്ടാണ്. ഹല്ലേലൂയ. യേശു കർത്താവ് തിരിഞ്ഞു നോക്കി, പുരുഷാരം വരികയാണ്.
പുരുഷാരം വരുമ്പോ കർത്താവിന്റെ കണ്ണിൽ പതിഞ്ഞു, ഇവരെല്ലാവരും കെട്ടപ്പെട്ടവരായിട്ടാണ് എന്റെ പിന്നാലെ വരുന്നത്. എന്നാൽ ഇന്ന് പകൽ തമ്പുരാൻ പറയുന്നു, നിന്റെ എല്ലാ കെട്ടും ഇരുന്ന് ഇരിപ്പിൽ അഴിച്ചു കളയുക. ഹല്ലേലൂയ. ഓ റബ ഖബ ഖബ ശബ ഖബ ഖബാരവ. നാം ആമേൻ വളർന്ന സാഹചര്യത്തിൽ ഒരു കെട്ട് നമുക്കുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പാരമ്പര്യത്തിൽ ഒരു കെട്ട് നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഏറ്റവും അധികം പ്രിയപ്പെടുന്ന ഭാര്യയിലൂടെ ഒരു കെട്ട് നമുക്കുണ്ട്. ഇന്ന് പകൽ തമ്പുരാൻ അത് അഴിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഈ വചനമാകുന്ന വാളുകൊണ്ട് അതിനെ അറുത്ത് കളയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടി വായിച്ചേ. കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകൽ അത് ചെയ്യാൻ പോവുകയാണ്. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് ഇന്ന് രാവിലെ, ഇന്ന് പകൽ യേശു തിരിയാണ്. നീ യേശുവിന്റെ പിറകെ ആമേൻ പോകുന്നു, യേശു അത് കാണുന്നു. എന്നാൽ ഇന്ന് പകൽ ഈ ആമേൻ സെപ്റ്റംബർ മാസം 1-ാം തീയതി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കെട്ടഴിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, ഹല്ലേലൂയ, നീ ചിലരെ വെറുക്കണം. യേശുവിന്റെ നാമത്തിൽ നീ ചിലരെ വെറുക്കണം. ചിലരെ കണക്ഷനെ കർത്താവ് മുറിക്കും. കർത്താവ് മുറിക്കുമ്പോൾ ലോക സ്ഥാപനത്തിനു മുമ്പേ നിന്നെ കണ്ടതായ വേലയിലേക്ക് ദൈവം നിന്നെ തിരിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ലോക സ്ഥാപനത്തിനു മുമ്പേ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിച്ച പദ്ധതിയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തിടാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവിന്റെ ആത്മാവ് അങ്ങനെ വെളിപ്പെടുത്തുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ചില ബന്ധനങ്ങൾ കർത്താവ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ശുശ്രൂഷയില് ആമേൻ നമുക്ക് മുന്നേറുവാൻ തടസ്സമായി നിൽക്കുന്ന ചില ബന്ധനങ്ങളാണ് ഇന്ന് പകൽ കർത്താവ് അഴിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ, താഴോട്ട് വായിച്ചേ. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഇത് വളരെ ശക്തമായിട്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മൾ അനുഗമിച്ചിരിക്കുന്ന വ്യക്തി ഒരു ചെറിയ ആളല്ല. സ്തോത്രം പറഞ്ഞേ. ഇതെല്ലാം കാണിച്ചു തന്ന, നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തന്ന ആളാണ് കർത്താവ് യേശു ക്രിസ്തു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ.